സംഘത്തിന് 6 ഉത്സവങ്ങളുണ്ട്. അതിൽ വ്യക്തിപരമായ സംസ്കാരം കൊടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ഗുരുപൂജയാണ്. അതിൻ്റെ മാനം മുഴുവനും സ്വയംസേവകൻ്റെ പൂർണ്ണത്വമാണ്. ഈ കാര്യങ്ങൾ നമുക്ക് നീ പറഞ്ഞു വരുന്ന സമയത്ത് മനസ്സിലാവും. ഗുരുപൂജ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ 2 വാക്കുകളുണ്ട്. ഒന്ന് ഗുരു, രണ്ടാമത്തേത് പൂജ. പിന്നീടാണ് ഗുരുദക്ഷിണ വരുന്നത്. ഈ ഗുരു എന്നുള്ള സങ്കല്പം ഹിന്ദുക്കൾക്കാർക്കും തന്നെ പുതിയതല്ല. ഗുരു ശിഷ്യബന്ധം സമൂഹത്തിൽ ആകപ്പാടെ വ്യാപിച്ചു കിടക്കുന്നു. അതിനെ സംബന്ധിച്ച് എല്ലാ ജാതികളിലും ജാതി മോശമോ ചീത്തതോ എന്നല്ല ഞാൻ പറയുന്ന പ്രശ്നം. ജാതികളുണ്ടല്ലോ, അങ്ങനത്തെ എല്ലാ ജാതികളിലും ഈ ഗുരുസമ്പ്രദായമുണ്ട്. അതിൽ നല്ലൊരാശാരി വീടുപണി പണിയുന്നു. അവസാനം തൻ്റെ മകനെ ശരിക്കുള്ള തൊഴിലേക്ക് ഇറക്കി വിടുന്നതിന് മുമ്പ് ആ ആയുധങ്ങളൊക്കെ വെച്ച് പൂജിക്കുന്നു. മൂത്താശാരിമാരുടെ കാലു തൊട്ട് അടക്കയും വെറ്റയും ദക്ഷിണയും കൊടുത്ത് പിന്നെ പ്രവർത്തനം തുടങ്ങുന്നു. ഇനി കളരിയിൽ പോയി നോക്കൂ. കളരി തീർത്തും ശാരീരികമായൊരു വിഷയമാണ്. അടിയും തടയും അതിനുള്ള ഒരു ശാസ്ത്രീയ കായിക അഭ്യാസമാണ്. പക്ഷെ ആ കളരിപ്പുരയിൽ പോയി നോക്കിയാൽ ഒരു മൂലയിൽ പൂത്തറ എന്നൊരു സ്ഥലമുണ്ട്. അത് ഗുരുപീഠമാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും കളരിയാശാൻ പഠിപ്പിക്കാൻ വരുമ്പോൾ വിദ്യാർത്ഥികൾ അഭ്യസിക്കാനിരിക്കുമ്പോൾ ഇരു കൂട്ടരും പൂത്തറ തൊഴുതിട്ടാണ് പ്രവർത്തനം തുടങ്ങുന്നത്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ വിദ്യാരംഭമുണ്ട്. ആ വിദ്യാരംഭം വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ആഘോഷമില്ലാതെ അച്ഛനോ അമ്മയോ വിചാരിച്ചാൽ വീട്ടിലിരുന്ന് കുട്ടിക്ക് എഴുത്ത് പറഞ്ഞു കൊടുക്കാനും ആരംഭിക്കാനും ധാരാളം മതി. പക്ഷേ നമ്മുടെ സംസ്കാരത്തിൽ അത് പോരാ. അതിന് വിദ്യാരംഭം ഇതൊരു ആഘോഷം തന്നെയുണ്ട്. അപ്പോൾ വിദ്യാരംഭത്തിന് തിരഞ്ഞെടുക്കുന്നത് ആരെയാ? ആ അച്ഛനും അമ്മയും ചിന്തിക്കുമ്പോൾ അവർക്ക് ആരാധ്യനായ ഒരാൾ. സന്യാസി തന്നെ വേണമെന്നില്ല. ചിലപ്പോൾ അവരെ സ്വന്തം വീട്ടിലെ കാരണവർ, അല്ലെങ്കിൽ സ്വന്തം നാട്ടിലെ കാരണവർ, അല്ലെങ്കിൽ അവർ തങ്ങളുടെ ആദർശമെന്ന് കാണുന്ന ഒരാത്മാവ്, ഒരു മഹാത്മാവ്. ഈ തരത്തിലാണ് വിദ്യാരംഭത്തിന് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതും ഒരു ഗുരുപൂജയാണ് അതിൽ. ഇനി ശബരിമലയെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ. ശബരിമലയിൽ പോകാൻ എല്ലാവരും തീരുമാനിക്കുന്നു. പക്ഷേ ഒരു കന്യയ്യപ്പനുണ്ട്. ആ കന്യയ്യപ്പൻ ഹൈക്കോടതി ജഡ്ജിയാണ്, അല്ലെങ്കിൽ കീഴ്ക്കോടതി ജഡ്ജിയാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടറാണ്,
അയാളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. എന്നിരിക്കലും തന്നെക്കാളും മുമ്പ് പോയി പരിചയപ്പെട്ട ഒരയ്യപ്പനെ വിളിച്ചിട്ട് കെട്ടുനിറക്കൊക്കെ അദ്ദേഹമാണ് സഹായിക്കണത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ഗുരുസ്വാമി എന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജാതിയോ ഉയർച്ചയോ താഴ്ചയോ ജോലിയോ തൊഴിലോ ഒന്നും നോക്കാതെ നമ്മുടെ ഭാരതീയ ജീവിതത്തിൽ ഒരു ഗുരുസമ്പ്രദായം ഉണ്ട്. ആ സമ്പ്രദായം ആണ് മനുഷ്യരെ ശരിക്കുള്ള ഒരു ഇരുകാലി മൃഗം എന്നുള്ളതിൽ നിന്ന് ഒരു മനുഷ്യനാക്കി മാറ്റണത്. അതുപോലെ സംസ്കാരം സംഘത്തിനൊത്ത് സ്വയംസർക്ക് കൊടുക്കണം എന്നാണ് ഡോക്ടർ ഹെഡ്ഗേവാർ നിശ്ചയിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം തീർത്തും വൈയക്തിക സംസ്കാരങ്ങൾ പകർന്നു കൊടുക്കുന്ന ഒരു മഹത്തായ ഉത്സവം സംഘത്തിൽ നടപ്പാക്കിയത്. അതുകൊണ്ട് ആദ്യം തന്നെ ഈ ഗുരുപൂജയുടെ സ്വഭാവം വിജയദശമി പോലെയോ അല്ലെങ്കിൽ ഹിന്ദു സാമർദ്യം പോലെയോ ഒരു പബ്ലിക് ഫങ്ഷനല്ല. അത് ശരിക്കും സംഘത്തിൻ്റെ ഒരു പ്രൈവറ്റ് ഫങ്ഷനാണ്. സീക്രട്ട് ഫങ്ഷൻ തെറ്റിദ്ധരിക്കരുത്. ഒരു രഹസ്യ ആഘോഷമല്ല, ഒരു സ്വകാര്യ ആഘോഷമാണ്. അതിൽ സംഘത്തിൻ്റെ അനുഭാവികൾക്കും സ്വയംസേവർക്കും അല്ലാതെ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ. അങ്ങനെയുള്ള പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നത് വിജയദശമി, മകരസംക്രാന്തി പോലെയുള്ള മഹോത്സവങ്ങളിലാണ്. പക്ഷേ സ്വയംസര വളർച്ച അതാണ് സംഘത്തിൻ്റെ ഈ ഗുരുപൂജ അടിസ്ഥാനം. ഇതെന്തുകൊണ്ട് ഡോക്ടർ ജഗനെ നിശ്ചയിച്ചു? ഡോക്ടർ നിശ്ചയിക്കാൻ കാരണം സ്വയംസേവക് എന്നുള്ളത് ദേശത്തിനും സമാജത്തിനും സംസ്കാരത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമർപ്പിത വ്യക്തിയാണ്. ഹിന്ദിയിൽ സ്വയംസേവക് എന്ന് പറയുമ്പോൾ ഒരു വോളണ്ടിയറാണ്. സ്വയംസേവക് സന്നദ്ധ ഭടൻ ആണ് വോളണ്ടിയർ. സ്വയംസേവക് ഒരു സന്നദ്ധ ഭടൻ മാത്രമല്ല, വോളണ്ടിയർ മാത്രമല്ല, അയാളുടെ ജീവിതം തന്നെ സംഘതത്വം അനുസരിച്ച് വികസിപ്പിക്കുകയും വേണ്ടി വന്നാൽ പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ദൃഢവിശ്വാസമുള്ള വ്യക്തി. അങ്ങനെ ഒരു സാധാരണക്കാരനെ സ്വയംസേവക്കാക്കാൻ വേണ്ടി ഡോക്ടർ ഹെഡ്ഗേവാർ ഈ ഗുരുപൂജ സംഘത്തിൽ നടപ്പാക്കി. ഇത് നോക്കുമ്പോൾ ഇതുപോലെ നടപ്പാക്കിയ സംഘടനകളിൽ, മഹാസംഘടനകളിൽ സംഘമാണ് മാത്രമാണ് എന്ന് പറയേണ്ടി വരും. രാമകൃഷ്ണാശ്രമം, ആര്യസമാജം, അമൃതാനന്ദമയി മിഷൻ, ഇങ്ങനെ സംഘടനകൾ ധർമ്മത്തിന് വേണ്ടിയും മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതിലിത് സഹജമാണ്. പക്ഷേ എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തി സാമൂഹികമായി പ്രവർത്തിക്കുന്ന സംഘടനയിൽ ഇത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ മാത്രം കാണുന്നതാണ്. അതുകൊണ്ട് സംഘത്തിന് ഒരു ഗുരു വേണം എന്ന് ഡോക്ടർ ഹെഡ്ഗേവാർ നിശ്ചയിച്ചു. ഡോക്ടർ ഹെഡ്ഗേവാർ ഒരു അപാര സംഘാടകനായിരുന്നു. തനിക്ക് ശേഷവും ഈ പ്രവർത്തനം തുടരത്തക്ക വിധത്തിൽ മനഃശാസ്ത്രപരവും ബാഹ്യവുമായ പദ്ധതി ആസൂത്രണം ചെയ്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്ത് നിശ്ചയിച്ചു? വ്യക്തി എന്നൊരാൾക്ക് മരണമുണ്ട്, പക്ഷേ
തത്വത്തിന്, സിദ്ധാന്തത്തിന് മരണമില്ല. നമ്മളപ്പോൾ പ്രേരിപ്പിക്കുന്ന എന്താ ജീവിതത്തിൽ? വ്യക്തിയിൽ കൂടി തത്വം, തനി വ്യക്തിയല്ല, വ്യക്തിയിൽ കൂടി തത്വം പ്രേരിപ്പിക്കുന്നു. ഡോക്ടർ ഹെഡ്ഗേവാർ നമുക്ക് നിത്യപ്രേരണയാണ്. അതാ കാണപ്പെടുന്ന ശാരീരിക രൂപം. പക്ഷെ അതിൻ്റെ പിന്നിലും ചിന്തിച്ചു പോകുമ്പോൾ ഡോക്ടർ ഹെഡ്ഗേവാർ നമ്മെ പഠിപ്പിച്ച തത്വമാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ആ തത്വം ഡോക്ടറുടെ രൂപത്തിൽ വന്നാലും ശരി, ഗുരുയുടെ രൂപത്തിൽ വന്നാലും നമ്മളെ പ്രേരിച്ചു പോണ്ടിരിക്കും. അപ്പോൾ ആത്യന്തികമായി തത്വമാണ് വാസ്തവത്തിൽ ഒരാളുടെ ഗുരു. ഇനി ഈ വ്യക്തിയെ പൂജിക്കുന്നവരും ഗുരുവായി സ്വീകരിച്ചവരുടെ കാര്യം നോക്കൂ. ദയാനന്ദ സരസ്വതിയെ ഗുരുവായി കണക്കുന്നവർ ചിന്തിക്കുമ്പോൾ ആത്യന്തികമായിട്ട് അവർക്കുള്ള പ്രേരണ എന്ത്? ദയാനന്ദ സരസ്വതിയുടെ തത്വങ്ങൾ. രാമകൃഷ്ണദേവനെ ഗുരുവായി സ്വീകരിച്ചവരുടെ കാര്യം എന്ത്? രാമകൃഷ്ണദേവൻ്റെ ജീവിതം, ആ ജീവിതത്തിലെ അമൂല്യ തത്വങ്ങൾ. അതുകൊണ്ട് ഡോക്ടർജിയും സംഘത്തിൻ്റെ തത്വങ്ങൾ തന്നെയായിരിക്കണം ഗുരു, ഒരു വ്യക്തിയായിരിക്കരുത് എന്ന് തീരുമാനിച്ചു. ആ തത്വങ്ങൾ ഗുരുവായതിന് വല്ല കീഴ്വഴക്കമുണ്ടോ? അടുത്ത 5 or 6 നൂറ്റാണ്ടുകളിൽ വളരെ നല്ലൊരു കീഴ്വഴക്കം കാണുന്നുണ്ട്. സിഖ് മതം വളർന്നത് ഗുരുസമ്പ്രദായത്തിൽ കൂടിയിട്ടാണ്. നാനക് ഗുരു മുതൽ 10 ഗുരുക്കളുണ്ടായി. അവസാനത്തെ ഗുരുവാണ് ഗുരു ഗോവിന്ദ് സിംഗ്. പക്ഷേ ഗുരു ഗോവിന്ദ് സിംഹൻ ചിന്തിച്ചത് ഏതാണ്ട് ഡോക്ടർജിയുടെ ലൈനിലായിരുന്നു. ചരിത്രപരമായ പറയുമ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണ്. ഗുരു ഗോവിന്ദ് സിംഹൻ ചിന്തിച്ച വഴിയെ ഡോക്ടർ ചിന്തിച്ചു എന്ന് പറയേണ്ടി വരും. അതാണ് ചരിത്രമായിട്ടുള്ള സത്യം. അതെങ്ങനെ? ഈ വ്യക്തികളായിട്ടുള്ള സിഖ് ഗുരുക്കാരെ മുഗള സാമ്രാജ്യത്തിലും മറ്റ് ഇസ്ലാമിക് രാജ്യങ്ങളിലും വധിക്കപ്പെട്ടു തുടങ്ങിയപ്പോൾ എല്ലാവരും ഒരു രക്തസാക്ഷിത്വം വളർന്നു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇത് ഏതെങ്കിലും ഒരു നാൾ അവസാനിക്കും, അത് വേണ്ട എന്ന് നിശ്ചയിച്ചിട്ട് അദ്ദേഹം തനിക്ക് ശേഷം താൻ 10ാമത്തെ ഗുരു, ഇനി നമുക്ക് ഒരു മനുഷ്യൻ ഗുരു വേണ്ട, നമ്മളെ പ്രേരിപ്പിക്കുന്ന ഈ തത്വം മതി എന്ന് പറഞ്ഞ് ചില ഭക്തന്മാരോട് പറഞ്ഞ് തൻ്റേതടക്കം 10 ഗുരുക്കന്മാരുടെയും വിലപ്പെട്ട വാക്കുകളും അന്ന് നിലവിലുണ്ടായിരുന്ന ചില പുണ്യാത്മാക്കളുടെ വാക്കുകളും രാമായണത്തിലെയും ഭാരതത്തിലെയും ചില സംഭവങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു താത്വിക അടിസ്ഥാനത്തിലുള്ള ഒരു ഗ്രന്ഥം തയ്യാറാക്കിച്ചു. ആ ഗ്രന്ഥം പുണ്യഗ്രന്ഥമാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ആ പുണ്യഗ്രന്ഥമാണ് ഇനിമേൽ നമ്മുടെ ഗുരു എന്ന് പറഞ്ഞു. അതാണ് സിഖുകാരുടെ ഗുരു ഗ്രന്ഥ സാഹിബ്. ഗുരു ഗോവിന്ദന് ശേഷം സിഖ് മതത്തിൻ്റെ ഗുരു ഒരു വ്യക്തിയല്ല, ഗുരു ഗ്രന്ഥ സാഹിബ്, ഗുരുവായ ദിവ്യഗ്രന്ഥം എന്നാണ് അതിന് പേര്. ഏതാണ്ട് അതുപോലെ ഗുരുവായ ഭഗവദ്ധ്വജം, അതാണ് സംഘത്തിൻ്റെ ഗുരു. അപ്പോൾ ഗുരുപൂജ തുടങ്ങിയ ദിവസം ഡോക്ടർ ഹെഡ്ഗേവാർ എല്ലാ സ്റ്റുഡൻസിനെ വിളിച്ച് പറഞ്ഞു, നാളെ ഗുരുപൂജയാണ്, ഗുരുപൂജയ്ക്ക് വേണ്ടി
ചുറ്റുപാടിൽ നിന്ന് ചില പൂക്കളും നിങ്ങളുടെ കൈവശമുള്ള സ്വല്പം പണവും ദക്ഷിണായി കൊടുക്കാൻ വരണം എന്ന് പറഞ്ഞു. എല്ലാവരും അതനുസരിച്ച് പിരിഞ്ഞു പോയ കൂട്ടത്തിൽ സ്വയംസേവർ സംസാരിച്ചു. അപ്പോൾ നാളെ ആരായിരിക്കും നമ്മുടെ ഗുരു? അപ്പോൾ ഒരാൾ പറഞ്ഞു മുഖ്യശിക്ഷക്കാണ് ഗുരു, വേറെ ഒരാൾ പറഞ്ഞു ശാരീരിക പ്രമുഖാണ് ഗുരു, വേറെ ഒരാൾ പറഞ്ഞു ഡോക്ടർ ഹെഡ്ഗേവാറാണ് നമ്മുടെ ഗുരു. ഏതായാലും തീരുമാനമെടുക്കാൻ സാധിക്കില്ലല്ലോ. പിറ്റേന്നവർ വന്നപ്പോൾ ഡോക്ടർജി ഭഗവദ്ഭയം പറപ്പിച്ചിട്ടുണ്ടായിരുന്നു. സംഘത്തിൽ അവരോട് പറഞ്ഞു, സംഘത്തിൽ നമുക്ക് ഗുരു വ്യക്തിയല്ല, സംഘത്തിൻ്റെ തത്വം തന്നെയാണ്. ആ തത്വത്തിൻ്റെ പ്രതിരൂപമാണ് ഭഗവദ്ഭജം. തത്വങ്ങളുടെ പ്രതിരൂപമാണ് ദിവ്യഗ്രന്ഥം എന്നതുപോലെ തത്വങ്ങളെ പ്രതിനിധീകരിക്കുന്ന രൂപമാണ് നമ്മുടെ ഭഗവദ്ഭജം. അതുകൊണ്ട് ഭഗവദ്ഭജമാണ് നമ്മുടെ ഗുരു. ആ ഗുരുവിനെയാണ് നമ്മളിത് പൂജിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവദ്ഭജം നമ്മുടെ ഗുരുവായി സംഘത്തിൻ്റെ. ഇതാണ് സംഘത്തിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത രണ്ടാമത്തെ വാക്കിൽ വരുന്നു. ഗുരുപൂജ. പൂജ പലതരത്തിലുണ്ട്. പൂജ നമ്മുടെ ഭാരതത്തിൽ വൈദിക പൂജയുണ്ട്, താന്ത്രിക പൂജയുണ്ട്, മന്ത്രങ്ങളില്ലാത്ത പൂജയുണ്ട്. ഈ തെയ്യം പോലെയുള്ള പൂജകളുണ്ട്, അനവധി തരത്തിലുള്ള പൂജകളുണ്ട്. അപ്പോൾ സംഘത്തിൽ നമ്മൾ ഭഗവദ്ഗീത പൂജ എന്ന് പറയുമ്പോൾ ഏത് തരത്തിൽ പൂജയായിരിക്കണം? ഭജപ്രണാം തുടങ്ങുന്നതിന് മുമ്പ് മണിമുട്ടി പൂ ചെയ്തിട്ട് ശംഖ് കൊണ്ട് തീർത്ഥമൽപ്പിച്ചിട്ട് അതുപോലെ നിവേദിച്ചിട്ട് എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്ന പൂജയാണോ ഡോക്ടർജി ഉദ്ദേശിച്ചത്? അല്ല. ഡോക്ടർജി ഉദ്ദേശിച്ച പൂജ താത്വിക പൂജ. തത്വത്തെ നിശ്ചയിച്ചിട്ട് ഭഗവദ്ഗീതത്തെ കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ ഭഗവദ്ഗീതത്തെക്കുറിച്ച് ചിന്തിക്കാൻ എന്താ കാരണം? ഒരു സ്വയംസേവകന് വേണ്ട ഗുണങ്ങൾ നമ്മൾ ഈ കാവ്യയിൽ കാണുന്നു. ഒരു സ്വയംസേവക് ആനന്ദത്തിന് കീഴ്പ്പെടാതെ തുടർച്ചയായിട്ട് പ്രവർത്തിക്കണം. ദുഃഖത്തിനും വഴിപ്പെടാതെ തുടർച്ചയായിട്ടും പ്രവർത്തിക്കണം. എന്ന് വെച്ചാൽ സമ്പത്ത് കാലത്തും വിപത്ത് കാലത്തും തൻ്റെ മേലെ അതിന് സ്വാധീനമില്ലാതെ പ്രവർത്തിക്കണം. അതിന് പറ്റിയത് കാവ്യനിറമാണ്. സൂര്യൻ ഉദിക്കുമ്പോഴും കാവ്യനിറം, സൂര്യൻ്റെ പ്രവർത്തനം മുഴുവനും കഴിഞ്ഞതിന് ശേഷം അസ്തമിക്കുമ്പോഴും കാവ്യനിറം. അപ്പോൾ ഉദയം അസ്തമം, ഒരാളുടെ ഉയർച്ച താഴ്ച, ജയം വിജയം, സുഖം ദുഃഖം, ഇതിലൊന്നിലും പെടാതെ തുടരെ 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 പ്രതിജ്ഞയിൽ പറഞ്ഞതുപോലെ ആ ജന്മം പ്രവർത്തിക്കാനുള്ള പ്രേരണ നമുക്ക് ഈ കാവ്യയിൽ കൂടി കിട്ടുന്നു. അതുകൊണ്ട് അദ്ദേഹം കാവ്യനിറത്തിലുള്ള ഭഗവദ്ഗീതം മതി എന്ന് തീരുമാനിച്ചു. ചരിത്രം നോക്കുന്ന പക്ഷം മുഴുവൻ ഹിന്ദു സമുദായത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും ക്ഷാത്രവീര്യത്തിൻ്റെയും പ്രതിനിധി ഈ ധ്വജമായിരുന്നു. അമ്പലങ്ങളിൽ പറന്നുകൊണ്ടിരുന്ന കൊടി കാവിക്കൊടിയായിരുന്നു. ഭഗവത്ഗീത ഉപദേശിക്കാൻ കാലത്ത് കൃഷ്ണൻ രഥത്തിൽ പറപ്പിച്ച കൊടി കാവിക്കൊടിയാണ്. അപ്പോൾ യുദ്ധത്തിൽ ഒരുമ്പെട്ടുപോയ ക്ഷത്രന്മാർക്കും അമ്പലത്തിൽ പൂജാരി
മാർക്കും ഒരുപോലെ ആദരവുള്ളതാണ് വാസ്തവത്തിൽ ഈ കാവിനിറം. അതുകൊണ്ട് നമുക്ക് കാവിനിറം തന്നെയാണ് നമ്മുടെ ഗുരുവായത് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ജി അന്ന് എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഭാരതത്തിൻ്റെ ചരിത്രത്തിന് ആദ്യം മുതൽ ഇന്ന് വരെ അവസാനമില്ല. എന്നാണ് ചരിത്രം തുടങ്ങുന്നത് എന്ന് നമുക്ക് കണ്ടെത്താനാവില്ല. അതുകൊണ്ടത് അനാദിയാണ്. ഇന്ന് വരെ അവസാനിച്ചിട്ടുമില്ല, അവസാനിക്കാൻ പോകുന്നുമില്ല. അതുകൊണ്ട് അത് അനന്തവുമാണ്. ധ്വജത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ 2 ഗുണങ്ങളും ധ്വജത്തിലുണ്ട്. ഈ ഭഗവദ്ധ്വജം ആരാണ് ആദ്യം പറപ്പിച്ചത് നമുക്ക് പറയാൻ സാധ്യമല്ല. വേദങ്ങളിൽ ഇതിനെക്കുറിച്ച് ഉല്ലേഖമുണ്ടെന്ന് പറയുന്നു. എനിക്കറിയില്ല ആ മന്ത്രം. അതിൽ ഈ അരുണവർണ്ണ പതാക എന്ന് പറയുന്നുണ്ടത്രേ. അപ്പോൾ വേദകാലം മുതലേ ഇതുണ്ടെന്നർത്ഥം. പിന്നെ അതങ്ങ് കൈമാറി പൂജാരി വിഭാഗത്തിലും ക്ഷത്രിയ വിഭാഗത്തിലും എല്ലാം പടർന്നു തുടങ്ങി. ശരിക്കും നോക്കിയാൽ പണ്ടൊക്കെ വൈശ്യവിഭാഗത്തിൽ, ഞാൻ വർണ്ണവ്യവസ്ഥ പറയല്ല, ഈ കച്ചവടക്കാർ ധാരാളം പണം ശേഖരിച്ച് തിരുപ്പതി കൊണ്ടു കൊടുക്കും. അവിടുത്തെ സഞ്ചിയിലിടുമ്പോൾ ഈ പണമിടുന്ന സഞ്ചി കാവിനിറമാണ്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ യുദ്ധക്കളത്തിൽ തേരിൻ്റെ മുകളിൽ കാവിനിറമുള്ള കൊടി, അമ്പലത്തിൽ കാവിനിറമുള്ള കൊടി. ഒരു കച്ചവടക്കാരൻ പണം കൊടുക്കുമ്പോൾ കാവിനിറമുള്ള സഞ്ചി. അപ്പോൾ ഇത് നമ്മുടെ സ്വഭാവമാണ്. അതുകൊണ്ട് കാവിനിറം പരക്കെ അംഗീകരിക്കപ്പെട്ടു. ഇത് ചരിത്രപരമായിട്ടങ്ങനെ കൈമാറി വന്നു. അപ്പോൾ ആ തത്വം ഇപ്പോഴും ഉണ്ട്. അതിൽ തലമുറകൾ മാറിയാലും ഈ തത്വം മാറുന്നില്ല എന്നതിൻ്റെ പ്രതീകവും കൂടിയാണ് നമ്മുടെ ഈ ഭഗവദ്ധ്വജം. അതിന് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ആ ഉദാഹരണം ഇപ്പോൾ നമ്മുടെ കോളേജുകളിലും ഒളിമ്പിക്സിലുമെല്ലാം സ്പോർട്സ് ഉണ്ട്, ഓട്ടം. അപ്പോൾ വലിയ വട്ടത്തിൽ ഓടുന്ന ഒരു ഓട്ടമുണ്ട്. ചിലപ്പോൾ 4x400 മീറ്റേഴ്സ് എന്നൊക്കെ പറയും. ആ വട്ടം മുഴുവനും ഓടണം. അതിന് രസകരമായ കാര്യം, വട്ടം മുഴുവനും ഓടുന്നത് ഒരാളല്ല. ആ ഓട്ടത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ ടീമിലും 4 പേരുണ്ട്. അപ്പോൾ ഒരാൾ കാൽഭാഗം വൃത്തം കഴിഞ്ഞിട്ട് നിൽക്കും, രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ ആൾ അര വട്ടം കഴിഞ്ഞിട്ട് നിൽക്കും. നാലാമത്തെ ആൾ 3/4 വട്ടം കഴിഞ്ഞ് നിൽക്കും. അവസാനത്തെ കാൽഭാഗം അയാൾ തീർത്ത് തുടങ്ങിയ സ്ഥലത്തെത്തും. അപ്പോൾ ഈ തുടർച്ചയുണ്ട്, പക്ഷേ 4 പേര് ചേർന്നിട്ടാണ്. അപ്പോൾ അതിൽ തുടർച്ച, അതിനിടയ്ക്ക് അറ്റുപോയില്ല, അന്യം നിന്ന് പോയില്ല എന്നതിന് ഒരു പ്രതീകമുണ്ട് സ്പോർട്സിൽ. അതിൻ്റെ പേരാണ് ബേറ്റൺ. ഒരു ചെറിയ വടിക്കഷ്ണം. ആ വടിക്കഷ്ണം ഒന്നാമതോടുന്ന ആൾ കയ്യിൽ വയ്ക്കും. ഓട്ടം തുടങ്ങുമ്പോൾ പാഞ്ഞോടിയിട്ട് ഈ കാൽവട്ടം കഴിഞ്ഞിട്ട് നിൽക്കുന്ന രണ്ടാമത്തെ സഹായിയിൽ അയാളുടെ കയ്യിൽ കൊടുക്കും. അയാളെ ബെയ്റ്റിനെടുത്തിട്ട് മൂന്നാമത്തെ സഹായിലെ അരവട്ടം പൂർത്തിയാക്കി അയാളുടെ കയ്യിൽ കൊടുക്കും. അയാളത് അവസാനത്തെ വട്ടം തീർക്കാനുള്ള ആളിരിക്കുന്നില്ലേ 4, അയാളുടെ വട്ടം കൊടുക്കും. അയാൾ വന്നു കഴിഞ്ഞാൽ
4 പേരും ചേർന്നിട്ട് വട്ടം കംപ്ലീറ്റ് ആക്കി. അതിലാര് ജയിക്കും ആര് തോൽക്കും അതാദ്യം പിന്നെ വന്നവരാണ്. ഏതാണ്ട് ഈ ഓട്ടത്തിൽ ഒരാൾ മറ്റേ ആളോട് കൈമാറും ചെയ്യുന്ന ബേറ്റൺ വടി പോലെയാണ് നമ്മുടെ ഭഗവത്ധ്വജം. അതിൽ ഒരു തലമുറ 4 തലമുറയായിട്ട് ഊഹിക്കൂ. 1-ാം തലമുറ ബേറ്റൺ പാസ് ചെയ്യുന്നു 2-ാം തലമുറയിലേക്ക്. 2-ാം തലമുറ ബേറ്റൺ പാസ്സാക്കുന്നു 3-ാമത്തെ തലമുറയിലേക്ക്. അങ്ങനെ തലമുറ മാറി 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 കൈമാറ്റം ചെയ്യപ്പെട്ട ഭഗവത്ധ്വജമാണിത്. അതുകൊണ്ട് ഭഗവത്ധ്വജത്തിൽ മുഴുവനും നമുക്ക് നമ്മുടെ ചരിത്രത്തെ കാണാൻ സാധിക്കുന്നു. ഭഗവത്ധ്വജം ചരിത്രത്തിൻ്റെ ഒരു കോൺവെക്സ് മിററാണ്. കാറിലൊക്കെ പോകുമ്പോൾ പിന്നിലെ കാര്യങ്ങളും കാണണം, എന്നാലേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അപ്പോൾ പിന്നിലെ കാര്യങ്ങൾ ചെറുതായി ചെറുതായി കാണാൻ കാറിലും ലോറിയിലും ഒരു കണ്ണാടി ഫിക്സ് ചെയ്യും. ആ കണ്ണാടിയുടെ ആകൃതി നടുഭാഗം കുറച്ച് പൊങ്ങിയിട്ടായിരിക്കും. അതിൻ്റെ പേരാണ് കോൺവെക്സ് കണ്ണാടി. അപ്പോൾ നമ്മുടെ പിൻകാലത്തെ ചരിത്രം എപ്പോഴും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺവെക്സ് കണ്ണാടിയാണ് ഈ ഭഗവത്ധ്വജം. അതിൽ നമ്മുടെ ചരിത്രം മുഴുവനും നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയുന്നു. അതിൽ ചരിത്രത്തിൻ്റെ സാരം മുഴുവനും കടുകിനുള്ളിലെ കടൽ എന്ന പോലെ നമുക്ക് മുഴുവനും കാണാൻ സാധിക്കുന്നു. അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഭക്തന്മാരോട് പറഞ്ഞൊരു കഥ എനിക്ക് ഓർമ്മ വരുന്നു. ഒരിക്കൽ ശിവനും പാർവതിയും കൈലാസത്തിൽ ഒരുമിച്ചിരിക്കുകയായിരുന്നു. അവരുടെ അടുത്ത് 2 മക്കളിരിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് ഗണപതി, മറ്റേത് സുബ്രഹ്മണ്യൻ. അപ്പോൾ 2 മക്കൾക്കും വേണ്ടത്ര വികൃതിയുമുണ്ട്, ഉത്സാഹമുണ്ട്, കുട്ടികൾക്കുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പാർവതി ചിരിച്ചുകൊണ്ട് 2 മക്കളെയും വിളിച്ച് പറഞ്ഞു, മക്കളെ, എൻ്റെ കഴുത്തിൽ ഇട്ടിട്ടുള്ള ഈ രത്നമാലയില്ലേ, ഞാൻ രത്നമാല നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് തരാം. പക്ഷേ ഒരു മത്സരമുണ്ട്. നിങ്ങൾ 2 പേരും പോയിട്ട് ബ്രഹ്മാണ്ടം മുഴുവനും ചുറ്റി വരണം. ബ്രഹ്മാണ്ടം മുഴുവനും ചുറ്റിയിട്ട് ആദ്യം ഇവിടെ എത്തുന്ന ആളാര് അയാൾക്ക് രത്നമാല എന്ന് പറഞ്ഞു. ഇവർക്ക് ആവേശമായി. ശരി, നിങ്ങൾ പോയി വരാം. 1 2 3 പറഞ്ഞു. ഉടനെ സുബ്രഹ്മണ്യൻ തൻ്റെ മയിൽ പുറത്ത് കയറിയിട്ട് എയ്റോപ്ലെയിൻ സ്പീഡിൽ പറക്കാൻ തുടങ്ങി. താരതമ്യേന ഒരിളക്കമില്ലാതെ ഗണപതി അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് തൻ്റെ വയറൊക്കെ നിറച്ചിട്ട് പതിവ് പോലെ ആ ഗണപതി, അപ്പോഴേക്കും ജ്യേഷ്ഠൻ ചക്രവാളത്തിൽ മറഞ്ഞു കഴിഞ്ഞു. ഇയാൾ പാർവതിക്കും ശിവനും ചുറ്റും ഒരു വട്ടമിട്ടു പ്രദക്ഷിണം. അവിടെ കാൽക്കരിയിരുന്നു. എന്നിട്ട് എനിക്ക് രത്നഹാരം തരൂ എന്ന് പറഞ്ഞു. രത്നഹാരം തനിക്ക് വേണോ? എനിക്കാണ് വേണ്ടത്. നിങ്ങൾ 2 പേരും അടങ്ങിയതാണല്ലോ ബ്രഹ്മാണ്ടം. നിങ്ങളല്ലാതെ ബ്രഹ്മാണ്ടം ഉണ്ടോ? അപ്പം നിങ്ങളെ ചുറ്റിയ ബ്രഹ്മാണ്ടം ചുറ്റിയതായില്ലേ? അസാധ്യ ബുദ്ധിശക്തിയാണല്ലോ ഗണപതിക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഗണപതി ഹോമമൊക്കെ നടത്തുന്നത്. അത് ശിവനും പാർവതിയും അംഗീകരിച്ചു. കുറച്ച് കഴിഞ്ഞ് സുബ്രഹ്മണ്യൻ എത്തി. എന്നേക്കാൾ വേഗം ഇല്ലായിരിക്കും ഗണപതിക്കെന്ന് വിചാരിച്ചു. പക്ഷേ ഗണപതി ശാന്തമായിട്ട് അവിടെ ഇരിക്കുന്നു.
അപ്പോൾ പാർവതി പറഞ്ഞു, സുബ്രഹ്മണ്യ, ഗണപതിക്കാണ് ഈ രത്നഹാരം. ഞങ്ങൾ 2 പേരെയും ഒന്നല്ല 3 തവണ പ്രദക്ഷിണം വെച്ചു. അയാൾ ചോദിച്ചു പറഞ്ഞു, ഞാൻ ബ്രഹ്മാണ്ടം 3 തവണ ചുറ്റിക്കഴിഞ്ഞു. ഇനി ജ്യേഷ്ഠം വന്നു കഴിഞ്ഞാൽ 1 തവണ ചുറ്റിയിട്ടുണ്ടാവുള്ളൂ എന്ന്. ആദ്യം നീ മനസ്സിലാക്കണം സുബ്രഹ്മണ്യ എന്ന് പറഞ്ഞിട്ട് ഇത് അനുകരിക്കട്ടെ, രത്നഹാരം കൊടുത്തു. അപ്പോൾ പണ്ടത്തെ ചരിത്രം, വേദഋഷികൾ, ഉപനിഷദ് ഋഷികൾ, പിന്നെ പുരാണകർത്താക്കൾ, ഭരിച്ച രാജാക്കന്മാർ, ഭരിച്ച തത്വചിന്തകർ, ചന്ദ്രഗുപ്ത മൗര്യൻ, ചാണക്യൻ, ശിവാജി, രാമദാസ സ്വാമികൾ, വിദ്യാരണ്യ സ്വാമികൾ, ഈ ഇവരെ കർണാടക സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ഹുക്കബുക്കൻ, ഈ തരത്തിൽ നമുക്ക് അടുത്ത കാലത്ത് വരെ കാണാൻ സാധിക്കുന്നു. അടുത്ത കാലത്ത് വരെ നമ്മളെ എത്ര തള്ളിയാലും ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒരു ഗാന്ധിജി ഉണ്ടായിരുന്നില്ലേ? ഗാന്ധിജിക്ക് എന്ത് അധികാരം? ശരിക്കു പറയുകയാണെങ്കിൽ ആ പാരമ്പര്യം തുടരുന്ന പാരമ്പര്യമാണ്. ഇപ്പോഴും നോക്കിക്കോളൂ, രാജ്യം ഭരിക്കുന്ന ആളുകൾ ഒരു ഭരണവും വേണ്ടാത്ത മഹാന്മാരെ ആദരിക്കുന്നില്ലേ? അമ്മയെ കാണാൻ ആരൊക്കെ വരുന്നു? അധികാരം എന്ന് പറയാൻ അമ്മയ്ക്കെന്ത് അധികാരം? പക്ഷേ ഭാരതത്തിൻ്റെ പാരമ്പര്യമാണത്. അവിടെ തുടരെ 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 വന്നതുകൊണ്ട് ഓരോ തലമുറയും കൈമാറുന്ന ബേറ്റൺ പോലെ മുഴുവൻ ഭാരത ചരിത്രത്തെയും നമുക്ക് ഭഗവദ്ഗീതയിൽ കാണാം. ആ ഭഗവദ്ഗീതമാണ് നമ്മുടെ ഗുരു എന്ന് ഡോക്ടർജി പറഞ്ഞു. അന്നത്തെ കേട്ട സ്വയംസേവർ ഇരുന്ന് തരിച്ചുപോയി. അവർക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് കിട്ടി, പുതിയ അമൃത് കിട്ടി, അമൃത കലശം കിട്ടിയ പോലെയായി. ഗുരു പിന്നെ തത്വമാണ് എന്ന് വിചാരിച്ചു. കിട്ടിയിട്ടുള്ള പ്രശ്നമാണ്, ഈ തത്വത്തെ പൂജിക്കുന്നതാണ് ഗുരുപൂജ. അപ്പോൾ ആ ഗുരുവിന് പൂജയുടെ ഭാഗമായിട്ട് ദക്ഷിണ കൊടുക്കണം. അപ്പോൾ ഈ ദക്ഷിണ കൊടുക്കൽ സാധാരണ സമൂഹത്തിൽ പണക്കാരൻ ചിലപ്പോൾ കൂടുതൽ ദക്ഷിണ കൊടുക്കും, അങ്ങറ്റത്തെ ഭക്തിയുള്ളവരും സർവ്വതും കൊടുക്കും. പക്ഷെ കൊടുക്കുന്നത് ധനമായിട്ടാണ്, ഗുരുദക്ഷിണ. ഈ വരദന്തുമാരുടെ ശിഷ്യൻ കൗത്സൻ 14 കോടി ഗുരുദക്ഷിണ പണമായി കൊടുക്കണം ഗുരുവിന് എന്ന് യാചിക്കാനാണ് രഘുവിൻ്റെ അടുക്കൽ വന്നത്. അപ്പോൾ ഗുരുദക്ഷിണ ധനമാണ്. പക്ഷെ സംഘത്തിൻ്റെ ഗുരുദക്ഷിണ ധനമാണോ? സംഘത്തിൻ്റെ ഗുരുദക്ഷിണ തത്വത്തിലുള്ള വിശ്വാസവും തത്വത്തിലുള്ള സമർപ്പണവുമാണ്. അപ്പോൾ ഒരു സ്വയംസേവക്ക് മുക്തശിക്ഷക്കാവും വിധം പ്രവർത്തിച്ചു, അയാൾക്കധികം പണമൊന്നുമില്ല. വേറൊരു സ്വയംസേവക്ക് ജോലിക്ക് പോയിട്ട് നിത്യശാഖയിൽ മുടങ്ങാതെ വരുന്നു. നമ്മളെ ചുമതല കൊടുക്കുന്നത് ആരായിരിക്കും? നിത്യശാഖയിൽ വരുന്നൊരു സ്വയംസേവനേക്കാളും മരിച്ച് പണിയെടുക്കുന്ന ഒരാൾ നിസ്വാർത്ഥൻ, അയാളെ പിടിച്ച് മുക്തശിക്ഷക്കാക്കും. അപ്പോൾ സംഘത്തിൽ ഉള്ള പൂജ തത്വപൂജയാണ്, പുഷ്പപൂജയല്ല. പിന്നെ അതിൻ്റെ പുറത്തെ ഒരു സിമ്പൽ, ഒരു ലക്ഷണം എന്ന നിലയ്ക്ക് എല്ലാവരും പിശുക്ക് വയ്ക്കുന്നത് ഏതാ? പണം. ആ പിശുക്ക് വയ്ക്കുന്നത് പിശുക്ക് വയ്ക്കാതെ കൊടുത്തിട്ടുള്ള ശീലം വേണം. അതിനാണ് ഈ പണം നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ചിലർ ഉപനയനത്തിൽ നിന്നൊക്കെ, ഉപനയനം നടത്താൻ നല്ല ചിലവുണ്ട്, പക്ഷേ പൂജാരി പുരോഹിതന്
51 രൂപ കൊടുക്കും. 10,000-കണക്കിന് ഊട്ടിന് ചിലവാക്കും. പക്ഷേ രൂപയായിട്ട് എടുക്കുമ്പോൾ 51 രൂപ. ദക്ഷിണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ ഒരു വൈകൃത മനോഭാവത്തോടു ചിന്തിക്കാൻ തുടങ്ങി. അതിനുള്ള കാരണം പണമാണ് ദക്ഷിണ എന്ന വികൃത മനസ്സ് വളർന്നതുകൊണ്ടാണ്. ഡോക്ടർ ജി ആ മനസ്സ് പാടെ ഉപേക്ഷിച്ചു. സംഘത്തിന് വേണ്ടി സമർപ്പിതമായ ജീവിതമാണ് നിങ്ങളുടെ ഗുരുദക്ഷിണ. അതിൻ്റെ ബാഹ്യലക്ഷണം മാത്രമാണ് പണം. പണം നമുക്ക് വേണ്ടത് ബാഹ്യമായി പറയുകയാണെങ്കിൽ സംഘത്തിൻ്റെ പ്രവർത്തനം നടത്താനാണ്. പക്ഷേ സംഘത്തിൻ്റെ പ്രവർത്തനം പണം കൊണ്ട് മാത്രം നടക്കില്ല. സംഘത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നത് സ്വയം സേവകൻ വഴിയാണ്. ഇന്നത്തെ ലോകത്തിൽ ചെലവ് ചെയ്യാൻ പണം വേണ്ടതുകൊണ്ട് അതിന് പണം വേണം. അപ്പോൾ ആ തരത്തിൽ പണം എങ്ങനെ ഉണ്ടാവും എന്ന് ചിന്തിച്ചപ്പോൾ അതും ഈ സ്വയം സേവന ചുമതലയാണ്. പണം യാചിച്ച് പുറത്തു പോയാൽ സംഘം മറ്റുള്ളവരിൽ ആശ്രയിച്ച പോലെയാവും, മറ്റുള്ളവരെ ആശ്രയിച്ചതുപോലെയാവും. അതുകൊണ്ട് സ്വതന്ത്രമായിട്ട് നമുക്ക് നമ്മുടെ പണം ഉണ്ടാക്കാൻ സാധിക്കണം. ഇവിടെയും രാമകൃഷ്ണദേവൻ പറഞ്ഞ ചെറിയ കഥ ഞാൻ പറയാം. ഒരു രാജാവ് ഭക്തനും ഈശ്വരവിശ്വാസിയാണ്. മന്ത്രി മുഖാന്തരം അമ്പലത്തിലെ പൂജാരിമാരെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചു. അപ്പം അമ്പലത്തിലെ പൂജാരിമാർ വിചാരിച്ചു, നമുക്കെന്താ രാജാവിനെ കണ്ട് കാര്യം, ഞങ്ങൾക്ക് പ്രത്യേക കാര്യമൊന്നും നേടാനില്ല. അതുകൊണ്ട് രാജാവ് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു. രാജാവ് ഇവരറിഞ്ഞപ്പോൾ ബുദ്ധിയുടെ രാജാവ്, ഓ അവൻ ഇളകില്ല ഇല്ലേ, അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ. നമുക്കൊരു കാര്യം ചെയ്യാം, രാജാവും മന്ത്രിയും കൂടി ഈ എല്ലാ പൂജാരിമാരെ കൊണ്ടും പെണ്ണ് കെട്ടിച്ചു. പെണ്ണ് കെട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യയെ പോറ്റണം, കുട്ടികളെ പോറ്റണം, അമ്പലത്തിൻ്റെ വരവ് പോരാ, ഇടയ്ക്ക് അസുഖം വേണം, വൈദ്യരെ കാണണം, ആശുപത്രി പോകണം. അപ്പോഴീ കിട്ടുന്ന പണം പോരാ, അപ്പോഴൊരു പണത്തെ ആശ്രയിക്കണം. സ്വാശ്രയം കൊണ്ട് സാധ്യമല്ല, അപ്പോൾ പരാശ്രയം വേണം. അങ്ങനെയുള്ള ഒരു ദിവസം രാജാവ് പൂജാരിമാരെ വിളിച്ചപ്പോൾ എല്ലാവരും വന്നു. എല്ലാവരും തൻ്റെ ഓരോ ആവശ്യം പറഞ്ഞു. തൻ്റെ മകന് ജോലി വേണം, തൻ്റെ മകളുടെ കല്യാണം, അതിന് താലിക്ക് കയ്യിൽ കാശില്ല, അപ്പോൾ ഒരു സ്വർണ്ണത്താലി വേണം, കച്ചവടമുണ്ട്, നഷ്ടത്തിലാണ്, കുറച്ച് പണം വേണം. ഈ തരത്തിൽ കുറച്ച് മുമ്പ് രാജാവിനെ കാണാൻ അങ്ങോട്ട് ചെല്ലാത്ത ഈ പൂജാരിമാർ രാജാവിനെ കാണാൻ ഇങ്ങോട്ട് വന്ന് തുടങ്ങി. ആ ദോഷത്തിൻ്റെ പേരാണ് പരാശ്രയം. ഇത് സംഘടനയ്ക്ക് വരരുത് എന്നുണ്ടെങ്കിൽ സംഘടനയ്ക്ക് സ്വാശ്രിതമായ ഒരു ധനാഗമ മാർഗം വേണം. കൂട്ടത്തിൽ താത്വികമായ പൂജയും വേണം. അപ്പോൾ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പൂജയും ലൗകിക സമ്പത്തിൻ്റേത് അടിസ്ഥാനത്തിലുള്ള സമർപ്പണവും ചേർന്നൊരു സമ്പ്രദായവും ഡോക്ടർ ജി ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് ഗുരുദക്ഷിണ. അതുകൊണ്ട് സംഘത്തിൻ്റെ പ്രവർത്തനം ഗുരുദക്ഷിണ കൊണ്ട് നടത്തണം. പുറത്ത് ധനവാൻ്റെ പടിക്കൽ യാചിച്ചു പോവേണ്ട ആവശ്യമില്ല. സംഘം ഇന്നും നടക്കുന്നത് ഗുരുദക്ഷിണയെ കൂടിയിട്ടാണ്. എത്രയോ ആയിരം പ്രചാരകന്മാർ, ബാക്കി പ്രവർത്തനത്തിന് ചിലവുണ്ട്, പക്ഷേ സംഘത്തിൽ നിന്ന് തന്നെ നമ്മൾ ചിലവാക്കും. സംഘം സ്വയം സേവക്,
സംഘത്തിൻ്റെ അനുഭാവി. ഇതാണ് നമ്മുടെ പണത്തിൻ്റെ സോഴ്സ്. അത് ഗുരുദക്ഷിണയായിട്ട് വരും. ദക്ഷിണ എന്ന് പറയുമ്പോൾ അത് പണം കൊടുക്കലാണല്ലോ. പൊതുവേ നമ്മുടെ സമൂഹത്തിൽ 4 ജാതി പണം കൊടുക്കലുണ്ട്. അതിൽ ഒന്നിൻ്റെ പേര് സംഘടന ചേർന്നെന്നിരിക്കട്ടെ. ആ സംഘടനയ്ക്ക് വേണ്ടി നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യണ്ട. 5 രൂപയാണ് മാസം വരിസംഖ്യ, അല്ലെങ്കിൽ 50 രൂപയാണ് വാർഷിക വരിസംഖ്യ എന്നുണ്ടെങ്കിൽ ആ 50 രൂപ എണ്ണി കൊടുത്താൽ തീർന്നു. നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം ചെയ്യാം. ഞാൻ ആ സംഘടനയുടെ മെമ്പറുമാണ്, വേറൊന്നും ചെയ്യണ്ട. അങ്ങനെ ഒരു കൊടുക്കലുണ്ട്. രണ്ടാമതൊരു കൊടുക്കലുണ്ട്, അത് സംഭാവന. വരിസംഖ്യ കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ആവശ്യമുള്ള ചിലർ വരുന്നു. അപ്പോൾ അവർക്ക് നല്ല ഭാവത്തോടു കൂടി കൊടുക്കുന്നത് സംഭാവന. നന്നായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്നു. അതിൽ കൂടിയിട്ടും പരാശരയാണ് മറുഭാഗത്ത് വരണത്. ഇയാളുടെ ഭാഗത്തത് നോക്കണ്ടല്ലോ, അയാളത് കൊടുക്കുന്നു. മൂന്നാമത്തേത് ദാനം. ഇയാൾക്ക് എന്തെങ്കിലും ഗുണം വേണം, പ്രശ്നം നോക്കുമ്പോൾ ഒരു പരിഹാരം വേണം. കുട്ടികളില്ല, ദാനം ചെയ്യണം. വീട് പണി മുഴുവനാവുന്നില്ല, ദാനം ചെയ്യണം. തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുടക്കം, ദാനം ചെയ്യണം. അത് ജ്യോത്സ്യർ പറഞ്ഞ തരത്തിൽ ദാനം ചെയ്യും. അത് സംഭാവനയോ അല്ല, വരിസംഖ്യയോ അല്ല. ഈ 3 തരം കൊടുക്കലുണ്ട്. ഇതിൽ ഈ വരിസംഖ്യയും സംഭാവനയും ദാനവും സ്വീകരിക്കുന്ന ആളുകൾക്കാണ് വാസ്തവത്തിൽ മേലേറ്റം. അല്ല, കൊടുക്കുന്നവന്. അതുകൊണ്ട് കൊടുക്കുന്നവൻ ശരിക്ക് നിവർന്നു നിന്ന് കൊടുക്കുന്നു. മേടിക്കുന്നവൻ ദാനം കുനിഞ്ഞു മേടിക്കുന്നു, സംഭാവന കുനിഞ്ഞു മേടിക്കുന്നു, വരിസംഖ്യ 2 കൈയും നീട്ടി മേടിക്കുന്നു. അപ്പോൾ മേടിക്കുന്നവൻ താഴെയും കൊടുക്കുന്നവൻ മേലെയുമാണ്. രാമകൃഷ്ണദേവൻ തമാശയിൽ കൂടി പറയുന്നുണ്ട്, വിഷ്ണു ഭഗവാൻ തന്നെ ഒരിക്കലും യാചിക്കാൻ നിശ്ചയിച്ചു. മഹാബലിയുടെ കാലത്തിൽ പോയിട്ട് യാചിക്കാൻ നിശ്ചയിച്ചു. ആ സർവവ്യാപിയ വിഷ്ണു ഭഗവാന് ഒരു കൊച്ചനാവേണ്ടി വന്നു, ഭാര്യയെക്കാളും തഴയാവേണ്ടി വന്നു, വാമനാവതാരം. അതാണ് ഈ വരിസംഖ്യയുടെയും സംഭാവനയുടെയും ദാനത്തിൻ്റെയും സ്വഭാവം. അതിൽ കുടുങ്ങിപ്പോവരുത് എന്നൊരു സമ്പ്രദായം പണ്ട് മുതൽ നമ്മുടെ ഗുരുവര്യന്മാർ നോക്കി വച്ചിട്ടുണ്ട്, ആചരിച്ചിട്ടുണ്ട്. അതാണ് ദക്ഷിണ. അതിന് ഇംഗ്ലീഷിൽ വാക്കില്ല. ദക്ഷിണ കൊടുക്കുന്നവൻ കൈക്കുപ്പി കൊഴുത് കാല് തൊട്ട് നമസ്കരിച്ച് ആശീർവാദം മേടിക്കണം. മേടിച്ച ഗുരു അത് മേടിച്ച് ഈ തന്നവൻ്റെ നെറുക ചുംബിച്ച് അയാളെ ആശീർവദിക്കും. അപ്പോൾ ദക്ഷിണയിൽ മേടിക്കുന്നവൻ നിവർന്നു നിൽക്കുന്നു, കൊടുക്കുന്നവൻ താഴ്ന്നു കൊടുക്കുന്നു. മറ്റ് 3 കൊടുക്കലുകൾ നേരെ വിപരീതം. അപ്പോൾ ഗുരുദക്ഷിണ കൊടുക്കുമ്പോൾ ഒരു സ്വയം സേവനിൽ വിനയം വളരുന്നു. ഞാനാണ് സംഘം നടത്തുന്നത് എന്ന അഹങ്കാരം വളരുന്നില്ല. സംഘം നടത്തുന്നത് കാര്യകർത്താവ്. ഗുരുദക്ഷിണ ചെയ്തുകൊണ്ട് ഗുരുദക്ഷിണ ചെയ്തവൻ കാര്യകർത്താവണമെന്നില്ല, സ്വയം സേവക്. അപ്പോൾ ചുരുക്കത്തിൽ 4 സമ്പ്രദായങ്ങൾ
വരിസംഖ്യ, സംഭാവന, ദാനം, ദക്ഷിണ. ഇതിൽ മനുഷ്യനെ ഏറ്റവും ഉത്തമമായി വളർത്തുന്ന ഏതാ? വിനയാൻവതിനായിട്ട് കൊടുക്കുക. മേടിക്കുന്ന ഗുരു സാശീർവാദ ഹസ്തത്തോടുകൂടി മേടിക്കാം. ഈ സമ്പ്രദായം സംഘത്തിൽ ഡോക്ടർ ജി നിശ്ചയിച്ചു. അതിൻ്റെ പേരിലാണ് സംഘത്തിൽ ഗുരുദക്ഷിണ എന്ന് നമ്മൾ പറയണത്. അപ്പോൾ ഗുരുദക്ഷിണയുടെ ഈ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് അനുകൂല സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ മനസ്സിലാക്കണം. പ്രതികൂല സാഹചര്യത്തിൽ ശരിക്ക് ഈ സേനാനികൾ കഷ്ടപ്പെടുന്നത് പോലെ അവരെ വന്ന് ഗുരുദക്ഷിണയൊക്കെ ചെയ്യൂ. പക്ഷെ സമ്പൽക്കാലത്ത് സംഘത്തിൻ്റെ ആനുകൂല്യം നേടാനായി അനർഹർ പോലും വന്ന് ഗുരുദക്ഷിണ ചെയ്തു വരും. അതിന് നമ്മുടെ കാര്യസ്ഥാന്മാർ പെട്ടുപോകരുത്. പെട്ടുപോയാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഗുരുദക്ഷിണ വിട്ടിട്ട് ദാനത്തിലേക്ക് കയറി, അല്ലെങ്കിൽ സംഭാവനയിലേക്ക് കയറി. അപ്പോൾ അവർ തരുന്ന ഗുരുദക്ഷിണ സംഭാവനയോ അല്ലെങ്കിൽ ദാനമോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരിക്കലും ഗുരുദക്ഷിണയായിട്ട് കണക്കാക്കൂടാ. ഈ സ്പഷ്ടമായ വിചാരം പ്രതികൂല സാഹചര്യത്തിൽ വേണ്ടതിലും കൂടുതൽ അനുകൂല സാഹചര്യത്തിലാണ്. നമുക്ക് അനുകൂല സാഹചര്യത്തിലാണ് പലപ്പോഴും നമുക്ക് അധപ്പതിക്കാൻ ചാൻസ്. അത് തിരിച്ചറിയേണ്ട നമ്മൾ. കുടുങ്ങിപ്പോവരുത് അതിൽ. അയാളുടെ ദാനം കണ്ടു മാത്രം കണ്ണഞ്ചിപ്പോവരുത്. അതിന് വളരെ ചെറിയൊരു കഥ ഞാൻ പറയാം. മലബാർ സൈഡിലെ ഹാസ്യസാഹിത്യകാരൻ സഞ്ജയൻ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ഒരാൾ ജന്മനാ പിശുക്കൻ. പച്ചവെള്ളം സോഡ ചോദിച്ചാൽ പച്ചവെള്ളം കുടിച്ചാൽ മതി എന്ന് പറയും. അത്രയും പിശുക്കൻ. അയാളൊരു 40-45 വയസ്സായപ്പോൾ അയാളുടെ പഴയ സ്കൂൾ കാലത്തെയും കോളേജ് കാലത്തെയും ക്ലാസ്മേറ്റിനെ കണ്ടു. സഞ്ജയനാണ് ക്ലാസ്മേറ്റ്. അല്ല സഞ്ജയ, എത്ര കാലമായി നമ്മൾ കണ്ടിട്ട്? വരി പോവാം, കുറേ നാളായില്ലേ, ഇനി കാപ്പി കുടിക്കാം. എന്നിട്ട് സഞ്ജയനെ പിടിച്ചു വലിച്ചിട്ട് ചായക്കടയിൽ കൊണ്ടുപോയി. സഞ്ജയന് ഇഷ്ടമില്ലാത്തതും മസാല ദോശ, റവ റോസ്റ്റ്, കാപ്പി അതൊക്കെ തീറ്റിച്ചു. എന്നിട്ട് ചാടി ഇറങ്ങിയിട്ട് അയാൾ 2 പേരുടെയും പണം കൊടുത്തു. ഇത് കണ്ടപ്പോൾ സഞ്ജയന് അങ്ങേയറ്റം അത്ഭുതം. പണം കൊടുത്ത് പുറത്ത് വന്നപ്പോൾ കുറച്ച് നേരം 2 പേരും മിണ്ടാതെ നടന്നു. എന്താ സഞ്ജയ താൻ മിണ്ടാത്തത്? തൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമാണല്ലോ ഇത്. പോയിടോ, തൻ്റെ ക്ലാസ്മേറ്റ് ദിനം ഞാൻ ഓർത്തു. താനാണെങ്കിൽ പിശുക്കൻ. ഇപ്പം താൻ ഒരു മഹാദാനി. എന്തു മാറ്റം വന്നു? അപ്പോൾ ചിരിച്ചിട്ട് ആ ക്ലാസ്മേറ്റ് പറഞ്ഞു, സത്യാവസ്ഥ എന്താണെന്നറിയാമോ സഞ്ജയ? എനിക്ക് വയറുവേദന, തീരാത്ത വയറുവേദന. അലോപ്പതി, ഹോമിയോപ്പതി എല്ലാം നോക്കി, ആയുർവേദം മാറുന്നില്ല. ഗതികെട്ട് ഞാനൊരു ജ്യോത്സ്യരെടുക്കെ പോയി. ആ ജ്യോത്സ്യർ രാശി വെച്ചിട്ട് എന്തോ ആരോ ചെയ്ത കൂടോത്രമാണ്, അതിന് പരിഹാരമുണ്ട്. താൻ കാണുന്ന ഏറ്റവും നീചന് വയറ് നിറയെ ആഹാരം കൊടുക്കണം, എന്നാൽ തൻ്റെ രോഗം മാറും. ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നീചനായ ആര് ഇത് നോക്കുമ്പോൾ താനല്ലാതെ വേറെ ആരുമല്ല, അതുകൊണ്ടാണ് ഞാൻ തനിക്ക് ദാനം ചെയ്തത് എന്ന് പറഞ്ഞു. അർത്ഥം ദാനം മാത്രം നോക്കിയാൽ പോരാ,
അയാളുടെ നോട്ടം ഈ നീചന് ദാനം കൊടുത്താൽ തനിക്ക് ഗുണം കിട്ടുമെന്നാണ്. അപ്പോൾ സംഘം ഉള്ളിൻ്റെ ഉള്ളിൽ വർഗീയം നീചം എന്നൊക്കെ പറയും. പക്ഷെ സ്വന്തം കാര്യം നേടാൻ ആ സംഘത്തെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ പിശുക്കന്മാരും സ്വാർത്ഥികളും ഗുരുദക്ഷിണ തരാൻ തയ്യാറായിരിക്കും. ആ ഗുരുദക്ഷിണ സ്വീകരിക്കണോ വേണ്ടേ, ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും ഇപ്പോഴത്തെ വർക്കേഴ്സ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സംഘത്തിൻ്റെ ഗുരുപൂജ, ഗുരുദക്ഷിണ ഈ വാഗക്കാരെക്കുറിച്ച് പണ്ടത്തെക്കാളും കൂടുതൽ ഇന്ന് നമ്മൾ സൂക്ഷിക്കണം. പണ്ടത്തെക്കാളും കൂടുതൽ അതിൽ കാട്ടിൽ സഞ്ചരിച്ച ആന കുഴി കണ്ടിട്ടല്ല കുഴിയിൽ വീണത്, മൂടപ്പെട്ട കുഴിയിലാണ് ആന വീണത്. അതുപോലെ ഇവരെല്ലാം മൂടപ്പെട്ട കുഴികളാണ്. ആ കുഴി ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കണം. അതിൻ്റെ പേരാണ് സംഘത്തിൽ ശ്രുതി എന്ന് പറയണത്. യത് കണ്ടകാകീർണ മാർഗം സുഖം കാരയേത്. മുള്ളുകൾ നിറഞ്ഞ ഈ മാർഗത്തെ സുഗമമാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള വകതിരിവ് ശ്രുതം ഇത് നമുക്ക് വേണം. ആ ശ്രുതമുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പതനം സംഭവിക്കില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ കാലാവസ്ഥയിൽ വൈയക്തിക സംസ്കാരം കൊടുക്കാനുള്ള ഗുരുപൂജ, ഗുരുദക്ഷിണ, ഭഗവദ്വചം ഈ മൂന്നിനെക്കുറിച്ചും വളരെ ഗഹനമായിട്ട് ചിന്തിക്കണം എന്നുള്ളതാണ് നിങ്ങളെല്ലാവരോടും എൻ്റെ പ്രാർത്ഥന. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.